നിന്റെ മറ്റേതിനകത്തുണ്ടോ അത്? ഇതെന്തൊരു സാധനം? അത് ഈച്ച. ഇതാ ഈച്ചി, മഞ്ഞ കളർ ഈച്ചി. ഓ കടിക്കണ കുത്തണ ഈച്ച. ഈ മരത്തിനെ എടുത്ത് ഇങ്ങനെ ഇടാം, എന്നാലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ആ പോയിന്റ് ആണ് അത്. ഞാൻ വെട്ടിയെടുക്കട്ടെ മരം. പെട്ടെന്നാ വലിച്ചിടാം. ഏത് മരമാണത്? ഒരു മരം. എടാ ഇങ്ങോട്ട് ഇടല്ലേ? ഇത് വെട്ടണല്ലേ ബുദ്ധി? അല്ലടാ കഴിച്ച് അങ്ങോട്ടങ്ങിടാം. അത് തന്നെ ഇത്ര ഭാഗം വെച്ചാൽ വെട്ടിയിട്ടാ അവിടെ വെച്ച് രണ്ടായിട്ട് പോയിക്കല്ലേ. ഇതാണ്ട ഇവിടെ വെച്ച് 1, 2. നമുക്ക് ആവശ്യം വരും കേട്ടോ. അതാ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു 10 12 അടിക്കാനായിട്ട് സ്റ്റെം എടുക്കാറ്. നല്ല സ്ട്രൈറ്റ് സ്റ്റെം അല്ലേ? അതിനെന്റെ ആവശ്യത്തിനനുസരിച്ച് വെട്ടിയാൽ മതി. അതും പോയിന്റാണ്. ഇപ്പഴേ വെട്ടിയേ എന്താ പൊടിഞ്ഞത്. അത് നമ്മളെ ഓറ കണ്ടാൽ പൊട്ടിയത്. ആരാ ഓറ? എടാ ഇവിടെ ഇവിടെ ആള് ഇവിടെ ആകൂ. ആ ബാക്ക് അവിടെ ആ വലിയ സ്റ്റെമ്മിന്റെ അവിടെ പൊക്കിക്കോട്. മതി മതി അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ, അത് കൊള്ളാം. യെസ് പറഞ്ഞു പോവാം. ഞാൻ ഈ കൈവി വാങ്ങിച്ചിട്ട് ഒരു ടാക്സ് തൊട്ട് വാങ്ങിച്ചു. എല്ലാ സമയത്ത് നടക്കും. കൊതുവിനെ വിളിച്ച് കേട്ടണം. അത് തോന്നണ്ട. ആ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി. അതിലോട്ട് എത്താനുള്ള വഴികളാണ്. ഇതും പ്രോപ്പർട്ടി തന്നെ, പക്ഷെ അതാണ് നമ്മുടെ ലക്ഷ്യം. അതിലാണ് ലക്ഷ്യം. അപ്പൊ ആ വഴി ഇവിടെ നിന്ന് ക്ലിയർ ആക്കി വിടാം. ചെറിയ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സാധനം കിട്ടി. ഇത് മറ്റേത് ചുമന്ന എന്ത് ചോരേ ചോരക്കാണ്ടല്ലേ? ഓ അത് ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പണ്ട് സ്കൂളിലെ സേവനവാരം ഉണ്ടല്ലേ, ആ പരിപാടിയാണ് ഓർമ്മ. അത് നമ്മൾ +2 പഠിക്കുന്നപ്പോൾ മറ്റേ സർവോദയ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്, ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ? സർവോദയ എന്നും പറഞ്ഞ് സൗഹൃദയ അങ്ങനെ എന്തെങ്കിലും സൗഹൃദയ അങ്ങനെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അതിനകത്തില്ല നാടകവും പരിപാടി. എടാ നമ്മളെ മറ്റേ പഠിപ്പി അതിലുണ്ടല്ലോ, അവനെ മൂപ്പനായിട്ടൊക്കെ ഇരുത്തിയ. ഞാൻ ഇല്ലായിരുന്നു അതിൻ്റെ അത്. നീ ഇല്ലായിരുന്ന? ശ്രീഹരി അവരെല്ലാരും ഉണ്ടായിരുന്നല്ലോ. പ്രവീണ്. NSS ആയിരിക്കും. NSS അല്ല, ഉണ്ണി മറ്റേ കവളടിച്ച കവളില് അവളെ നാടകം കളിക്കാൻ ശരിയാണ്. ഞാൻ ഇല്ലായിരുന്നു, പക്ഷെ നിങ്ങളായിരുന്നു. ഉണ്ണി അവളെ കവളടിച്ച് അങ്ങ് പൊട്ടിച്ചു. നീ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ അകത്ത്? ഞാൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ പറഞ്ഞു. ക്യാമറ നിൽക്കണോണ്ട് ആത്മാർത്ഥമായി പണിയുണ്ട്. ജോർജ് കണ്ടല്ലോ. ഇപ്പൊ 3 വഴിയേ ഉള്ളൂ, പോണ വഴിക്ക് 5-6 ആവും. എന്താ കണ്ടെന്തടാ എന്തോ ഒരു കുഴപ്പമൊന്നുമില്ല. എന്താണ് ഇല്ല, ഒന്നും കണ്ടില്ല. ചെറിയ മറ്റേ അട്ട എങ്ങനെ ആയിരിക്കുമോ? ആയിരിക്കുമെന്നാ? ഒന്നുമില്ലല്ലോ. 360 ആണ് സൂക്ഷിച്ചു. മിക്കവാറും ഇങ്ങനെ തിളച്ചോണ്ടിരുന്ന് വാരിയും കയറി. ഞാൻ പണ്ട് അങ്ങനെ ഞാൻ പണ്ട് സീരിയസ് ആയിട്ട് ഞാൻ ഇങ്ങനെ നടന്നു പോയപ്പം ഇങ്ങനെ ഫ്രണ്ടിലൊരു പാമ്പിൻ്റെ ഇത് കടന്നു. ഞാൻ അങ്ങനെ ചവിട്ടി അങ്ങ് എറിഞ്ഞു. ഞാൻ അത് ശ്രദ്ധിച്ചില്ല. ഞാൻ ഒരു വെള്ള വയറായിട്ടാണ് കണ്ടത്, വെള്ള കളർ പാമ്പ് വരും. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ ഇങ്ങനെ വന്ന് ഇടിച്ച് ചത്ത് കിടക്കണം. അതാ വെള്ള കളർ പാമ്പ്. എന്തോ ഒരു അല്ല അവിടെ ഞാൻ വയറ് പോലെയാണ് കണ്ടത്. ഞാൻ ആ കൊച്ചിറങ്ങുമ്പോ ഇങ്ങനെ തട്ടി ഇങ്ങനെ അറിയുമല്ലോ, അത് കണക്ക് എറിഞ്ഞു. അത് കമ്മന്ന് നടന്നതായിരിക്കും. ആ
എന്റെ വയറ് വെള്ളയല്ലേ പാമ്പിന്റെ? ശരിയാണല്ലേ പാമ്പെങ്ങനെ? അല്ല പക്ഷെ വേറെ വെള്ള കളർ എങ്ങനെ പറഞ്ഞ? എനിക്കറിയാൻ വയ്യ. അല്ല ചുരുട്ടായിരിക്കും. ചുരുട്ട വെള്ള കളറാ ആയിരിക്കുമല്ലോ, അപ്പൊ ചുരുട്ടനെ ആയിരിക്കും. കബഡ മീശ കൗണ്ടറേ എന്താ നാഗവല്ലി. നാഗവല്ലി. ശങ്കരൻ തമ്പി അവിടെ ഊന്നേ. ഇല്ല ഞാൻ വെട്ടിത്തരാം. അങ്ങനെ വെച്ചോ വെച്ചോ അവിടെ വെച്ചോ വെച്ചോ സൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ നേലായതിന് നേർക്ക് നേർ അടിക്കാന്ന് ഇപ്പൊ അടിക്കണം. അടിച്ചു തോക്കായി. എടാ മണ്ണോട് ചേർത്തല്ലേടാ അത് എടുക്കണം. പക്ഷെ എടാ അത് എടുക്കണം. ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ വല്ല ഇതങ്ങനെ ഉണ്ടെങ്കിലേ അങ്ങ് വെട്ടിപ്പോവാനാ. എന്തിനുണ്ടായി ചുമ്മാ വെട്ടാറിങ്ങടാ. ഒരു കാര്യം ചെയ്യടാ, അത് നോക്കേ ഇതുകൊണ്ട് പുല്ലുകൊണ്ട് അങ്ങ് വലിച്ചങ്ങ് എടുക്കാം. അല്ലെ ഇതുകൊണ്ട് പുല്ല് വലിച്ചെടുക്കാം. നീ മാറി. നീ പുല്ല് വലിച്ച് ക്ലിയർ ആക്കിത്താ. അവിടെ ഇവിടെ ഏതെങ്കിലും ഒരു വശം ഒന്ന് ക്ലിയർ ആക്കിത്താ. ആ പുളിഞ്ചിക്കയുടെ ചുറ്റും നമുക്ക് ക്ലീൻ ചെയ്യണം കേട്ടോ. പുളിഞ്ചിക്കയുടെ ചുറ്റും ക്ലീൻ ചെയ്യണേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. വരത്തെ സിനിമാറ്റിക് സ്റ്റൈൽ തന്നെ കേട്ടോ. നീ എവിടെ നിന്നാലും മരിച്ചിന് എന്നല്ലേ തന്നെ. എടാ ഏത് മരിച്ചിനി എന്നടാ പറഞ്ഞ? അത് മരിച്ചിനി അല്ലടാ. അതാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെ മരിച്ചിനി? അത് മരിച്ചിനി ഒന്നല്ല. നല്ല അത് കട്ടിയുള്ള മരിച്ചിനിയുടെ സ്റ്റെം കണ്ട? അതെന്തൊരു സ്റ്റെം നോക്കത്. ഇത് മരിച്ചിനിയല്ലേ, ഇത് വേറെ എന്തൊരു സാധനം. ഇത് പിന്നെ എന്തരാണ്? അത് വേറെ എന്തൊരു. ഓക്കെ ഇത് മരിച്ചിനിയുടെ ഹൈബ്രിഡ് ആണെന്ന് തോന്നുന്നു. ഇതെന്താടാ പക്ഷേ? ഓ കണ്ട മരിച്ചിനിയാണെന്ന് പറയൂ. മരിച്ചിനിയുടെ റിലേറ്റീവ് ആണ്. പക്ഷെ അത് ഇത് മരിച്ചിനിയാണ്. ആണ് ആണ് തന്നെ പ്രത്യേകതരം ഇതാണ്. അടിപൊളി ദ്രവിച്ച് അതിനെ പിഴാത്ത ഒരുപാട് ഒന്നുമില്ല. അതെ ചുരുളി പറയും പോലെ എന്നാ ഒരു മണ്ണ. ഓ എന്നാ ഒരു മണ്ണ. മഴക്കാലമായി കഴിഞ്ഞാൽ ചുമ്മാ കുഴിയും കുത്തി ചേന നട്ട് ചപ്പം വരി അങ്ങ് പോയാൽ എന്നാ ഒരു മണ്ണ കുംഭമാസായാലേ ചുമ്മാ കുഴിയും കുത്തി ചേന എന്നിട്ട് ചവറിട്ടേച്ച് അങ്ങ് പോയേക്കണം. 5-6 മാസം കഴിയുമ്പോ ഒന്ന് പറിച്ചെടുക്കാം. ഇതൊക്കെ ഇവിടെയൊക്കെ സിമ്പിൾ ആണ് കേട്ടോ. കാരണം അതിന്റെ ഇളകി കിടക്കുകയാണ്.